മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പടിഞ്ഞാറ് അഭിമുഖമായി ദർശനം നൽകുന്ന ശിവാലയോട്ടത്തിലെ മൂന്നാമത്തെ ശിവാലയമാണ് തൃപ്പരപ്പ് ക്ഷേത്രം. കോതയാറ്റിന്റെ കിഴക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടത്തെ മൂർത്തികൾ വീരഭദ്രനും ഭദ്രകാളിയുമാണ്. ദക്ഷൻ നടത്തിയ ബൃഹസ്പതി സവന യാഗത്തിൽ അദ്ദേഹത്തിന്റെ മകൾ സതിയും പങ്കെടുത്തു. മകൾക്കനുസൃതമായ സ്വീകരണം യാഗശാലയിൽ കിട്ടാത്തതുകൊണ്ട് മനസ്സ് നൊന്ത് സതി അഗ്നികുണ്ഡത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ വിവരമറിഞ്ഞ് കോപിഷ്ഠനായ ശിവൻ യാഗശാലയിലെത്തി കണ്ണിൽ കണ്ടതിനെയെല്ലാം നശിപ്പിച്ചു. ദക്ഷന്റെ തലയറുത്ത് തൃപ്പരപ്പ് മലമുകളിലെത്തി. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഈ പ്രദേശത്തെ തന്റെ ആവാസ സ്ഥലമായി തിരഞ്ഞെടുത്തു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന് പുറത്ത് പടിഞ്ഞാറു ഭാഗത്താണ് ശിവജ്വരദേവന്റെ പ്രതിഷ്ഠ. ഈ ദേവന് എല്ലാ രോഗങ്ങളും മാറ്റാനുള്ള കഴിവുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഒൻപതാം നൂറ്റാണ്ടിലെ ആയിരാജവംശത്തിലെ രാജാക്കന്മാർക്കും പാണ്ഡ്യ രാജാക്കന്മാർക്കും ഇടയിലുണ്ടായിരുന്ന രാഷ്ട്രീയ ബന്ധത്തെ വ്യക്തമാക്കുന്ന ഏതാനും ശിലാശാസനങ്ങൾ ഇവിടെയുണ്ട്. തൃപ്പരപ്പിൽ ജടാധരനായാണ് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നത്. ഈ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട തുറക്കാറില്ല. ജടാധരന്റെ തീക്ഷ്ണമായ നോട്ടം സഹിക്കാനാവാതെ നന്ദി വടക്കോട്ട് നോക്കിയാണ് കിടക്കുന്നത്. തൃപ്പരപ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം 1956 കേരളത്തോടിരുന്നതാണ് ഈ കന്യാകുമാരി ജില്ല. അതിനുശേഷം ഇപ്പോൾ തമിഴ്നാട്ടിൽ കൂടിയാണ്. മാക്സിമം ഭൂരിപക്ഷം മലയാളമാണ് ഇവിടെ. 3 താലൂക്കാണ്. തിരുവട്ടാറ്, കൽക്കുളം, കുളവങ്കോട് 3 താലൂക്കും മാക്സിമം മലയാളമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ അതൊരു നീണ്ട ഒരു എപ്പിസോഡായി മാറും. ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ആയിരാജാക്കന്മാരുടെ പീരീഡിലാണ് ഈ ക്ഷേത്രം ഇവിടെ ഇരുന്നതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിനുശേഷം വന്നിട്ട് തിരുവിതാംകൂർ രാജാക്കന്മാർ വളരെ പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള റെക്കോർഡ്സുകളുണ്ട്. വിശാഖം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, അനിഴം തിരുനാൾ, ഇവരുടെയൊക്കെ കാലഘട്ടങ്ങളിലാണ് ഈ ഒരു ക്ഷേത്രം വന്നിട്ട് ഈ നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിനുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള ഐതിഹ്യമാണ്. ഒന്ന് ശിവരാത്രിയോട് സംബന്ധിച്ചുള്ള ഐതിഹ്യം. ശിവരാത്രിയുടെ അന്ന്, അതായത് 12 ശിവാലയങ്ങളെ ദർശിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു ഐതിഹ്യമായി ഒരു കരുതിപ്പോരുന്നു. അതിൽ തിരുമല, തിക്കുരിശി, തൃപ്പരപ്പ്, തിരുനന്തിക്കര, പൊന്മന, പന്നിപ്പാക്കം, കൽക്കുളം, മേലാങ്കോട്, തിരുവിതാംകോട്, തൃപ്പന്തിക്കോട്, തിരുനട്ടാറ്, ഇങ്ങനെയാണ് 12 ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിൽ ഇത് 3ാമത്തെ ക്ഷേത്രമാണ്. പടിഞ്ഞാറ് നോക്കിയാണ് ഭഗവാൻ ഇവിടെ തപസ്സിലാണ്. ആ ഐതിഹ്യത്തിലിട്ട് പോവുകയാണെങ്കിൽ
ദക്ഷയാഗം കഴിഞ്ഞതിന് ശേഷം ദക്ഷനെ വധം ചെയ്യുവാൻ വേണ്ടി വീരഭദ്രനെ സൃഷ്ടിക്കുകയും കൂടെ തന്നെ ഒപ്പം തന്നെ ഭദ്രകാളിയെയും രണ്ടുപേരും ചേർന്ന് ദക്ഷയാഗം ചെയ്തതിന് ശേഷം തൻ്റെ ദേഷ്യം മാറാൻ വേണ്ടി ഭഗവാനോട് യാചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. ഭഗവാൻ പറയുകയാണ്, നിങ്ങളുടെ ഭൂലോക സഞ്ചരമായിട്ട് പോയിട്ട് എവിടെ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം കാണുന്നു അവിടെ ഇരുന്ന് ധ്യാനത്തിലിരിക്കുക. ധ്യാനത്തിലിരുന്നതിന് ശേഷം നിങ്ങളുടെ ദേഷ്യം ഇതാവുമെന്ന് അവിടുന്ന് ഒരു കൽപ്പന കൊടുക്കുകയും അത് പ്രകാരം ഇവിടെ വന്ന് വിശാലമായിട്ടുള്ള ഈ സ്ഥലത്തിൽ നിന്ന് പടിഞ്ഞാറ് നോക്കി ഭഗവാൻ തപസ്സിലിരിക്കുകയാണ് എന്നാണ്. രുദ്രമൂർത്തിയാണ് ഇവിടുത്തെ ദേവൻ. അതുകൊണ്ടാണ് എല്ലാ ശിവക്ഷേത്രത്തിലും നമുക്ക് നന്ദി കാണാൻ പറ്റും, പക്ഷേ ഇവിടെ നന്ദി മാറി ഒതുങ്ങി കിടക്കുകയാണ്. കാരണം രുദ്രമൂർത്തിയായിട്ട് ഇരിക്കുമ്പോൾ നേരിന് മുമ്പിൽ ഇല്ലാതെ മാറിയിരിക്കുകയാണ്. ഭഗവാൻ ധ്യാനരൂപനായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഏത് കാര്യങ്ങളും നേരിട്ട് ഭഗവാനോട് പറയാം എന്നുള്ളതും പ്രത്യേക കാര്യമാണ്. ഇവിടെ മാസ തിരുവാതിര വളരെ വിശേഷമാണ്. അത് പോയിട്ട് വർഷത്തിൽ വരുന്ന ധനുമാസ തിരുവാതിര വളരെ വിശേഷമാണ്. മീനമാസത്തിലാണ് 10 ദിവസത്തെ ഉത്സവം. മാസത്തിൽ വരുന്ന 2 പ്രദോഷവും ഇവിടെ വളരെ വിശേഷമാണ്. ആയില്യം വളരെ വിശേഷമാണ്. ഭക്തജനങ്ങളും നാട്ടുകാരും ക്ഷേത്ര എല്ലാവരും ചേർന്നാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. വളരെ നല്ല രീതിയിൽ നടത്തിപ്പോകുന്നു. രാവിലെ 5 മണിക്ക് തിരുനട തുറന്ന് ഉച്ചയ്ക്ക് 11:30 ഉച്ചശിവലിയോട് നട അടയ്ക്കുകയും തുടർന്ന് ഇവിടെ തമിഴ്നാട് സർക്കാരിൻ്റെ 100 പേർക്കുള്ള അന്നദാന പദ്ധതി കൊണ്ട് അന്നദാനം നടക്കുകയും ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്ക് നട തുറന്നതിന് ശേഷം 6:30 ദീപാരാധനയും അത് കഴിഞ്ഞതോടെ തന്നെ 7:20 ആകുമ്പോൾ അത്താഴ പൂജയും അതോടൊപ്പം ശിവലിയോടെയാണ് പൂജ. 5 കാല പൂജയാണ്. വളരെ ഇതായിട്ട് കേരള ശാസ്ത്ര പ്രകാരമാണ് ഇവിടുത്തെ പൂജകൾ കംപ്ലീറ്റ് വന്നു വരുന്നത്. അതിൽ യാതൊരു മാറ്റവും കൂടാതെ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തിസ്വരൂപനായ സർവേശ്വരനായ പടിഞ്ഞാറ് നോക്കി, അതായത് വലത്തിൽ നിന്നും ഇടത്തോട്ട് പായുന്ന ആറ്റിൻകരയിൽ അങ്ങനെ ധ്യാനരൂപനായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ ഏത് പ്രാർത്ഥിച്ചാലും കിട്ടും. ആ പ്രാർത്ഥനയോടെ വരണം തൃപ്പരപ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം.